ഈശ്വര, ഇവനെ നീയായിട്ട് അയച്ചതാ. ഇത് ഞാൻ തകർക്കും. കണ്ടോണ്ടിരിക്കുന്നത് ഉടനെ സമരം വരും അങ്ങനെയൊക്കെ. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേട്ടന്റെ പടങ്ങള് വരുന്നത്. അതിനൊന്നും ഇല്ലേ? ധ്യാൻ ചേട്ടൻ തന്നെ ധ്യാൻ ചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്ല, ആ റീലിന്റെ കൺസെപ്റ്റ് അതാണ്, ഒരു പടക്കം തോളിലിട്ടുകൊണ്ട് വരുന്നത്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ആരും കണ്ടിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാനോ അപ്പൊ കേറൂ. നിങ്ങളോ? ഞങ്ങൾ തന്നെ സാർ. അതെ, നിങ്ങൾ ആരാണ്? ഇവരൊക്കെ എന്റെ കൂടെ വന്നവരാണ് സാർ. അതെ, ഇവരാരൊക്കെയാണ്? അവരിവരൊക്കെയാണ് സാർ. നിങ്ങൾ കാരണം എത്ര പടം എന്റെ ഓടി. നിങ്ങൾ കാരണം എന്റെ ഓടി ഒരു പടം പറഞ്ഞു. അതല്ല ഉദ്ദേശം. ഞാൻ പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് നീ തോറ്റു പോയിന്റെ മുന്നിൽ. ഇല്ലില്ല, തോറ്റുപോലെ ചേട്ടാ. ചേട്ടാ, കപ്പൽ മുതലാളി ഇപ്പൊ 21 ഗ്രാംസ് പറഞ്ഞു. അല്ലല്ല, കപ്പൽ അല്ല, ഇവന് ഇത്ര പേർക്ക് പേടിക്കാൻ ഇവന് മാത്രം പേടിച്ചോ? നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാ. മുതലാളി ഞാൻ പറയട്ടെ, നിങ്ങളെ വിഷയത്തിന് ഞങ്ങളെ അവന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കുന്നു. എല്ലാവരും ഇപ്പൊ തന്നെ ഞാൻ പറയാം. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. നന്നായി. രമേഷ് പിഷാരടിച്ച് കിട്ടി. കപ്പൽ മുതലാളി കഴിഞ്ഞു. എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാരടിച്ച് കിട്ടി. സൈഡ് റോളിലോട്ട് പോയില്ലേ? പക്ഷെ ചേട്ടന് എത്ര പടം പൊട്ടിയിട്ടും ചേട്ടന് വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അതായത് ചേട്ടന്റെ കമന്റ്സിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാണ്. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ട് കേട്ടോ. ഒന്നും മിണ്ടാണ്ട്. എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കുക. ഞാൻ സിനിമയെ എങ്ങനെയാണ് കാണുന്നത്, ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത്, നീ എനിക്ക് പഠിപ്പിച്ചു കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. അല്ലല്ല, സിനിമയെ കുറിച്ച് എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് രണ്ടുണ്ട്. നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത്? നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത്? അതേ സീരിയസ്നെസ്സോടെ ഞാൻ ജോലി ചെയ്യുന്നു. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം? അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലേ. അല്ല, അത് ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി. നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ. നിർത്തി, ഒരു സെക്കൻഡ് നിർത്തി. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. താഴെ ഇടുന്ന കമന്റ് വായിച്ചിട്ടാണോ നീ പറയാ കള്ളപ്പണം പഠിപ്പിക്കുന്ന കാര്യം? നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടായാലും പറയാം. എന്ത് പ്രൂഫ് ഉണ്ട്? അല്ല, ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന്? ഈ താഴെ യൂട്യൂബിൽ കമന്റ് ഇടുന്ന ആൾക്കാരാണ് പറഞ്ഞിട്ടല്ലേ. ഇതിനൊക്കെ എന്തെന്ന് അറിയാമോ ഇതിനെ കുറിച്ച്, സിനിമയെ കുറിച്ച്? ഞങ്ങളോട് ആരും കാരണം ചോദിക്കാറില്ല. അപ്പൊ മിണ്ടരുത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.